ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റും മിൽക്ക് മെയ്ഡും ചവ്വരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി 4 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്യാരറ്റ് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് റെഡിയായി അതവിടെ മാറ്റി വെക്കുക. ഇനി ഇതുപോലത്തെ ഒരു പാത്രം വെക്കുക. ഇതിലേക്ക് 3 ഗ്ലാസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുള്ള ചവ്വരിയാണ്, പായസത്തിൻ്റെ അരി. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ വെന്ത് വരുന്ന വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം എന്താ ചവ്വരിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായും മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 3 കവറാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 ലിറ്ററിന് അടുപ്പിച്ചിട്ട് ഈ മിൽക്ക് ഉണ്ടാകും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊക്കെ തിളച്ചിട്ട് നല്ലപോലെ തിക്കായി വരുന്നവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നോക്കിയിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യുന്നതാണല്ലോ, അപ്പം മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് വരുമ്പം സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇപ്പം എന്താ പാലൊക്കെ നല്ലപോലെ തിളച്ച് തിക്കായി ചവ്വരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 10 ഏലക്കായ ഷുഗറും കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ ഈ സമയത്ത് മധുരം ചെക്ക് ചെയ്ത് നോക്കിന്, അപ്പം നല്ല കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഷുഗറൊക്കെ മെൽട്ടായി വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് സ്റ്റൗന്ന് മാറ്റി വെക്കുക. എന്നിട്ട് മറ്റൊരു പാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുമ്പം ഇതിലേക്ക് ഉണക്ക മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി നമ്മുടെ ചവ്വരിയും മിൽക്ക് മെയ്ഡും ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.